രാധികയുടെയും വരുണിന്റെയും ജീവിക്കാനുള്ള വഴി മുടക്കിയാലും ശരി, ജീവൻ തന്നെ ഇല്ലാതാക്കിയാലും ശരി, സാറെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. സാറയുടെ കയ്യിൽ ഇപ്പൊ പണമുണ്ട്. ആ പണം കൊടുത്താൽ കിട്ടുന്ന അധികാരമുണ്ട്. ചിലപ്പോ അവരിതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടൊന്നും സംസാരിക്കണമല്ലോ. സത്യം പറഞ്ഞ ഇപ്പഴാ അന്തസ്സോടെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിൽക്കാൻ പറ്റുന്ന. ഓട്ടെ, ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കോ? പക്ഷെ എന്റെ മോനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ അവളെ ഞാൻ വെറുതെ വിടില്ല. മോനെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ അവരെ കാണണം, അവരുടെ കഴുത്ത് വെട്ടണമെന്നൊക്കെ പറഞ്ഞ് നടക്കുക. വേണ്ട, അവരെ തെരഞ്ഞെടുന്ന് ചേട്ടന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട. അവർക്കെതിരെ ഇപ്പൊ നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ചേട്ടൻ അതിന്റെ കൂടെ നിന്നാ മതി. ചേട്ടൻ സാറൊക്കെതിരെ ഒരു പരാതി എഴുതണം. ഞങ്ങളത് ACPക്ക് നേരിട്ട് കൊടുത്തോളാം. പറ്റോ? അതെന്ത് ചോദ്യമാ? പരാതി തരണോ അതോ നേരിട്ട് വരണോ? എവിടേക്കാണെങ്കിലും വിളിച്ചോ. ഇത്രക്കാരെ വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ കുഞ്ഞാണ് സത്യം. ഇതിനു വേണ്ടി ഏത് കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വന്നാലും ജോൺസൺ നിൽക്കും. നിങ്ങൾ പരാതി തയ്യാറാക്കിക്കോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എന്താ CI സാറേ, കേസ് അന്വേഷണത്തില് അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? പെട്ടുപോയിരിക്കുന്നത് നിസാരക്കാരല്ല, അതുകൊണ്ടാ ചോദിക്കുന്നേ. ഞാനിപ്പോ തന്നെ രണ്ടുപേരെയും കണ്ടിരുന്നു മാഡം, രാധികയും വരുണിനും. എന്നിട്ട് ACPയുടെ ഇടം വലം ചേർന്ന് നടക്കലാണല്ലോ ഇപ്പൊ രണ്ടുപേരുടെയും ജോലി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അതൊരു തടസ്സമാണോ? അതുകൊണ്ട് ശരിക്കും ഒന്നങ്ങ് വരട്ടി കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാ ഞാനത് ചെയ്യുമെന്ന് അവർക്കറിയാം. വെരി ഗുഡ്. പക്ഷേ തീർത്ത് നിസ്സാരമായി അവരെ കാണരുത്. കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോവും. രണ്ടിനും നല്ല മെന്റൽ കപ്പാസിറ്റിയാ. അതെനിക്കറിയാം മാഡം, പണ്ട് മുട്ടിയിട്ടുള്ളതല്ലേ. അത്തരക്കാരെ ഒരാളെയും ഞാൻ മറക്കില്ല. പിന്നെ എന്റെ കാര്യം, പണവും സ്വാധീനവും ഉള്ളവന്റെ കൂടെ എന്നും മനസ്സറിഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. ഇനിയും നിൽക്കും. സർവീസിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നിയപ്പോ എന്റെ ആ യൂണിഫോം എടുത്ത് കയ്യിൽ തിന്നിട്ട് പോയി ജനങ്ങളെ സേവിച്ചോന്ന് പറഞ്ഞത് മേഡമാ. അതിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ എന്നും ഞാൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോ ഏതെങ്കിലും ഒരു തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടായാലും ശരി, കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടായാലും ശരി. മതി, അവരെനിക്ക് വല്ലാതെ ശല്യാവുമ്പോ ഞാൻ തന്നെ അങ്ങ് ഏൽപ്പിച്ചോളാം. താങ്ക് യു മാഡം. ഈ മാഡത്തിന്റെ ആശീർവാദം എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി. ഞാനൊരു കലക്കും. കുറച്ചു കാലം നീണ്ടു നിന്നതിന്റെ പരുക്ക് എനിക്കങ്ങ് തീർക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്നത് തുടങ്ങാൻ. ഓക്കെ സർ, സാറിന്റെ പകയും പ്രതികാരങ്ങളും ഒക്കെ ഭംഗിയായി നടക്കട്ടെ. എന്റെ ആവശ്യങ്ങള് ഞാൻ കൃത്യമായി പറഞ്ഞോളാം. അതനുസരിച്ച് സാർ പ്രവർത്തിച്ചാ മതി. ശരി മാഡം, ഓക്കെ. അത് ഞാൻ തീരുമാനിച്ചിരുന്ന കാര്യമല്ലേ ജോയി. ആറ്റുവാശ്ശേരി സദ്യ എന്നൊരു ബ്രാൻഡ് ഇവിടെ വേര് പിടിക്കാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കടയോടെ വെട്ടിക്കളയണമെന്ന് എന്റെ മനസ്സിലുണ്ടാകത്തില്ലേ? താങ്ക് യു. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടെ രാധികയെക്കുറിച്ചും അവളുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവളെ ഞാൻ തീർക്കുമെന്നും പറഞ്ഞിരുന്നു.
അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വിളിച്ചതാ. ആറ്റുവാശ്ശേരി സദ്യ ക്ലിക്കായത് നമുക്ക് ദോഷമാണെന്ന് സാറ് പറഞ്ഞു. പക്ഷേ അതിന് ഇങ്ങനൊരു തിരിച്ചടി താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കണക്കൂട്ടി എത്താൻ പറ്റിയില്ല. അത്രയും ഫാസ്റ്റ് ആയിരിക്കണം ചന്ദ്രശേഖരൻ. നമ്മൾ ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാ അയാൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ നമ്മളത് ചെയ്തു തീർത്തിരിക്കണം. ഇപ്പൊ നോക്ക്, കണിമംഗലം കുടുംബത്തിൽ നിന്ന് പുറത്തായ വരുണും രാധികയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തി. ആ മാർഗം കൂടി നമ്മൾ മുടക്കി. ഇനി കൂട്ടിയൊരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ, ആ രണ്ടെണ്ണം ഏതെങ്കിലും മാവിൻ കൊമ്പിൽ കെട്ടിത്തൂങ്ങി ആടുന്നത് നമുക്ക് കാണാൻ പറ്റും. നിർത്തരി. ഇത്രയ്ക്ക് ക്രൂരത കാണിക്കണോ എന്റെ മക്കളോട്? ചന്ദ്രശേഖര, നീയും കൂട്ടു നിൽക്കുന്നു ഇതിനൊക്കെ. നിന്നെ സ്നേഹിച്ചവരല്ലേ അവര്? ആ, ചന്ദ്രശേഖരനെ അവർ ഒരുപാട് സ്നേഹിച്ചത് ശരിയാ. ചന്ദ്രശേഖരനെ സ്നേഹിച്ച് അവരെന്നെ ജയിലിലാക്കിയത് ഏട്ടത്തിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. നീ ജയിലിലായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കൊണ്ടാണ്. അതിന് വരുണിനെ രാധികം കുറ്റപ്പെടുത്തിയിട്ട് എന്താ? അല്ല, എന്താ ഇപ്പൊ രണ്ടുപേരുടെയും പ്രശ്നം? എന്റെ മക്കളോട് നിങ്ങൾ ചെയ്ത ചതി പൊറുക്കാനാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ചതിയന്മാരുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കണിമംഗലം വിട്ടങ്ങ് പുറത്തിറങ്ങോ? ഈ നാട്ടുകാരുടെ മുൻപിലൂടെ കണിമംഗലം നഷ്ടപ്പെട്ട് തല കുനിച്ച് കണിമംഗലം പരമേശ്വരന് നടക്കാൻ പറ്റുമോ? നടക്കുവോ? കൂടി വന്ന 10 അടി. അതിനു മുന്നേ ശ്വാസം മുട്ടി വീണ് പേടയും നിങ്ങള്. സാറേ, ഞാൻ പറയുന്നതാണ് വാസ്തവം. സാറ് എന്ത് ചെയ്യുന്നു? സാറ് ആരോട് കണക്ക് തീർക്കുന്നു എന്നൊന്നും ആരും ഗവേഷണം ഒന്നും നടത്തണ്ട. തരുന്നത് തിന്ന് അനുവദിച്ച മുറിയിൽ ഉറങ്ങി ചാവുന്നതുവരെ കണിമംഗലത്ത് കഴിയാ നിങ്ങൾക്ക്. രാധികയുടെയും വരുണിന്റെയും ജീവിക്കാനുള്ള വഴി മുടക്കിയാലും ശരി, ജീവൻ തന്നെ ഇല്ലാതാക്കിയാലും ശരി, സാറെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട.